കെട്ടുകഥ, കസേരകളി, കഥകളി. നമസ്തേ. പണ്ട് ഗുരുവായൂർ അമ്പലം കണ്ടാൽ ദാ അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നവരാണ് സഹാക്കൾ. ഇപ്പോൾ സഹാക്കൾക്ക് നിർമാല്യം മുതൽ വൈകിട്ട് നട അടയ്ക്കുന്നത് വരെയുള്ള A to Z കാര്യങ്ങളും അറിയാം. എങ്ങനെ പഠിച്ചു എന്നല്ലേ? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായി പഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കല്യാണങ്ങൾ മുടങ്ങിയില്ല, കടകൾ അടച്ചില്ല, എന്തിന് ഹോട്ടലുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകളൊന്നും എടുത്തു മാറ്റേണ്ട കാര്യം പോലും ഉണ്ടായില്ല. കൈകെട്ടി നിന്ന നടൻ മമ്മൂട്ടി നരേന്ദ്രമോദിയിൽ നിന്ന് അക്ഷതം വാങ്ങുന്ന ഫോട്ടോ പുറത്തു വന്നതോടെ കാര്യങ്ങൾക്ക് തീരുമാനമായി. സ്വാഗതം കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. കെട്ടുകഥ, കസേരകളി, കഥകളി. നമ്മുടെ കാരണബോധൻ സഹാവിൻ്റെ മകൾ വീണയുടെ കാര്യം വലിയ കഷ്ടമാണ്. വീണമോൾ ചെയ്യാത്ത സേവനത്തിന് വാങ്ങിയത് നോക്കുകൂലിയാണോ അതോ ഒന്നും നോക്കാതെ കൂലി വാങ്ങിയതാണോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കൂലിക്കാര്യത്തിൽ ഇനി ചുമ്മാ നോക്കിയിരിക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം. പിന്നെ ഒരു ചെറിയ കാര്യം ക്യാപ്സൂൾ നിർമ്മാതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. മടിയിൽ കനമില്ലാത്തവൻ, ഉപ്പ് തിന്നവൻ തുടങ്ങിയ പതിവ് ഐറ്റംസ് മാറ്റി പകരം പുതിയ സാധനങ്ങൾ ഇറക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും കമ്പനിയെയും പ്രതിക്കൂട്ടിലാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട്. എക്സാലോജിക് CMRL ഇടപാടിൽ അടിമുടി ദുരൂഹത. പണം വാങ്ങിയത് സേവനത്തിനെന്ന് തെളിയിക്കാനായില്ല. നടന്നത് പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റങ്ങൾ. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. നമ്പർ വൺ, ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. മിണ്ടരുത്, നീ മിണ്ടരുത്. എന്തൊക്കെയാ പറഞ്ഞത്? ഇനി ഒരു അക്ഷരം വേണ്ടി കുത്തി കുടലെടുക്കും ഞാൻ, ചതിയൻ. ഇപ്പൊ ഇവര് CPM നേതാക്കന്മാർ ആരും പ്രതികരിക്കുന്നില്ല. എന്ത് കേന്ദ്ര ഏജൻസി നിങ്ങൾ കേടുന്ന നിങ്ങൾ ആരൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ഞാനപ്പോൾ നോക്കിട്ട് പറയാം. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി ബിലോ ദ ബെൽറ്റ് ഹിറ്റാണ് പൊതുമരാമത്ത് മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവാരം കുറഞ്ഞ തരംതാണ പ്രചരണമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിക്കൊണ്ടിരുന്നത് ഈ നവകേരള സദസ്സിൽ മുഴുവൻ. അപ്പോഴാണ് വാ തുറന്നത്. അപ്പൊ നാലികയ്ക്ക് 40 വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അപഹസിക്കാൻ വാ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാവ് ഉപ്പിലിട്ടോ എന്നുകൂടി ഞാൻ പണ്ട് ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പൊ നാവ് കൊണ്ടുള്ള വീശലല്ല രാഷ്ട്രീയ പ്രവർത്തനം. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? എന്തായാലും കഴുകൻ പാട്ട് ഇറക്കിയ സമയം കൊള്ളാം. വീണക്കാര്യത്തിൽ പാർട്ടി എന്തു പറയുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് സതീഷിനും ടീംസും. പാർട്ടി എന്തു പറയാൻ, കുറച്ചുകൂടി ഉഷാറായി കുറെ ക്യാപ്സൂളുകൾ കൂടി ഇറക്കും. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതനായ മനുഷ്യനാണ്. പാർട്ടിക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പാർട്ടിക്ക് CPM-നൊരു മറുപടിയില്ല. CPM ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട്? അല്ല, അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്ക് എന്താ അന്വേഷണം, എന്തെല്ലാം അന്വേഷണം നടന്നിട്ടുണ്ട്. ഇവിടെ ആർക്കാ അതിന്റെ മേലെ ഒരു പ്രയാസം? അപ്പൊ ഇത് കേസാവോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. ഇത്രയും സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, കുന്തമാണ്, കുറച്ചക്കരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും. ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ പറ്റി തമാശ അതാണ്. CPM ചർച്ച ചെയ്യത്തില്ല. അല്ല, ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ. അല്ലാണ്ട് പിണറായി വിജയനെ അതിനകത്ത് കിഴിച്ചു നോക്ക്, അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക്, പിന്നെ എന്താ അന്വേഷണം? അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ്. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് CPM പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട്. അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനുമില്ല. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. ഇത്രയും സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, കുന്തമാണ്, കുറച്ചക്കരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും. ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്.
ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവൻ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അപകടങ്ങൾ പലതും സംഭവിക്കും. അതായത് CPM ചർച്ച ചെയ്യത്തില്ല. അവർ സ്തുതിപാഠക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരൊക്കെ മാറിയിരിക്കുകയാണ്. CPMന്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും ഒന്നും വിശ്വസിച്ചില്ല. CPM ജീർണതയിലാണ്. ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ ബാധ്യത? എന്തെങ്കിലും ബാധ്യതയാവേണ്ട എന്ത് കാര്യമുള്ളത്? അത് ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നു? നിങ്ങൾ ഞങ്ങളെ മേലെ ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇപ്പം തൽക്കാലം ശ്രമിക്കണ്ട. നിന്നെയൊക്കെ എന്തിനാണ് ശമ്പളം തന്ന് പോറ്റുന്നത്? ആ സമയത്ത് രണ്ട് എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. ജീവിതകാലം മുഴുവനും ഈ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഊരുമല്ലോ. അപ്പൊ ഞാൻ കണ്ടോളാം. വിവരക്കേട് സാധാരണ പറയും, ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്നൊക്കെ വരും. പക്ഷെ വിവരക്കേട് തുടർച്ചയായി പറയുക എന്നത് CME ഗവൺമെന്റ് ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നാലും ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തി പൂജ്യം അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടല്ലോ. ബാക്കി ലീഡർഷിപ്പ് പറയും, കുറെ കണ്ടതാണല്ലോ. ഇപ്പൊ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഓക്കെ, ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്താ പേടിയുണ്ടോ? ഗോവിന്ദൻകുട്ടി, എന്താടാ നിനക്കും പേടിയായോ? പേടിയാ പുളിക്കും. ഏതൊക്കെ ഏജൻസി അന്വേഷിച്ചാലും പാർട്ടി ഒരു അന്വേഷണം നടത്തും. ഈ അന്വേഷണത്തിലല്ലാതെ വേറൊരു അന്വേഷണത്തിലും പാർട്ടിക്ക് വിശ്വാസമില്ല. എന്തിന്? പാർട്ടി നടത്തുന്ന അന്വേഷണത്തിൽ പോലും പാർട്ടിക്ക് വലിയ വിശ്വാസമില്ല. പിന്നെയല്ലേ വേറെ അന്വേഷണം. പിന്നെ എന്തെങ്കിലും വിശ്വാസം വന്നാൽ പാർട്ടി ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയുണ്ട്. തെറ്റാണെന്ന് തോന്നിയാൽ പാർട്ടി അത് തിരുത്തും. പാർട്ടിക്ക് തോന്നിയില്ലെങ്കിൽ ആ പ്രക്രിയ തന്നെ തിരുത്തിക്കളയും. ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും. ഞങ്ങൾ തെറ്റുതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ. ഞങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി ചെയ്യുക. തെറ്റുപറ്റിയാൽ 30-40 വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ. സംശയാലുക്കളുടെ എണ്ണം പാർട്ടിയിൽ വർദ്ധിച്ചു വരികയാണ്. ചിലപ്പോൾ പ്രായത്തിൻ്റെതാകാം. അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് കുറ്റക്കാർ ആരാണോ ശിക്ഷിക്കട്ടെ. നെഗറ്റീവായ ഒരു കാര്യവും വെറുതെ മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന് ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കണ്ട. ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ് ഡിപ്രഷൻ. ഇപ്പോൾ കേരളത്തിൽ വലിയ വിഭാഗത്തിന് ഡിപ്രഷനാണ്. എന്താ, വേണ്ടാതെ വെളുപ്പ് ബാണം മുഴുവൻ തലയിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പത്രപ്രവർത്തകർ എന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. ഇത് മുഴുവൻ കണ്ട് ഇതെല്ലാം തലയിൽ തന്നെ വെച്ച് നമ്മുടെ മനസ്സ് കൊടുത്ത് നടക്കണ്ട. നല്ല നെഗറ്റീവായിട്ടുള്ള കാര്യം മുഴുവൻ വിട്ടുകളാം. ഭയക്കേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് സർക്കാർ ഏജൻസിയല്ലേ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറ്? നിങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഞങ്ങൾക്ക് ഒട്ടും ബേജാറില്ല. ചങ്കൂറ്റം ചോണക്കുട്ടി തന്നെ.